പശ്ചിമേഷ്യയെ അരക്ഷിതാവസ്ഥയിലേക്കും യുദ്ധത്തിലേക്കും തള്ളിവിട്ട ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കിരാതമായ നടപടിക്ക് വലിയ വില നൽകേണ്ടി വരികയാണ്. ആയത്തുള്ള ഖുമൈനിയെ വധിക്കുന്നതോടെ സംഘർഷം അവസാനിക്കുമെന്നും ഭരണമാറ്റമുണ്ടാകുമെന്നുമാണ് ഇസ്രായേലും അമേരിക്കയും കണക്ക് കൂട്ടിയത്. ജീവിച്ചിരിക്കുന്ന ഖാംനെയിയേക്കാൾ അതിശക്തനായിട്ടാണ് ഇന്ന് ജനഹൃദയങ്ങളിൽ ഖാംനെയി ജീവിക്കുന്നത്. ഇറാൻ വലിയ രീതിയിലുള്ള റിറ്റാലിയേഷൻ നടത്തിയിരിക്കുന്നു. അമേരിക്കക്കും ഇസ്രായേലിനും കാഷ്വാലിറ്റികൾ സംഭവിച്ചിരിക്കുന്നു. ആദ്യമായി ട്രംപ് 3 സോൾജിയേഴ്സ് അമേരിക്കൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത സ്ഥിരീകരിക്കുന്നു. അമേരിക്കൻ ജനതയോട് ട്രംപ് പറയുന്നത് ഇനിയും കൂടുതൽ കാഷ്വാലിറ്റികൾ, അപകടങ്ങളും മരണങ്ങളും ഉണ്ടാകാം, കൂടുതൽ കാഷ്വാലിറ്റികൾ ഉണ്ടാകാം. അതിനുവേണ്ടി അമേരിക്കൻ ജനത അത് ഉൾക്കൊള്ളാൻ തയ്യാറാവണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഇറാൻ്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള റിട്ടാലിയേഷൻ നടക്കുന്ന ഘട്ടത്തിൽ ട്രംപ് ഒരു സൈക്കോളജിക്കൽ മൂവ് നടത്തുകയുണ്ടായി. അറ്റ്ലാന്റിക് മാഗസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ഒരു വ്യാജ പ്രചരണം അഴിച്ചുവിട്ടു. ആയത്തുള്ള ഖാംനെയിയുടെ മരണശേഷം പുതിയ ഒരു ഭരണ നേതൃത്വം ഉണ്ടായിരിക്കുന്നു എന്ന രീതിയിലായിരുന്നു ട്രംപിൻ്റെ പ്രതികരണം. ഇറാനിലെ പുതിയ നേതൃത്വം സമാധാന ചർച്ചകളിലേക്ക് വരുന്നു എന്ന രീതിയിലാണ് ട്രംപിൻ്റെ പ്രതികരണമുണ്ടായത്. അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഭരണമാറ്റത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഇറാൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാക്ചി നൽകുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ഇംപോസിബിൾ മിഷൻ എന്നാണ്. പുതിയ ഭരണ നേതൃത്വം ഞങ്ങളുമായി സംസാരിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. കളവായിരുന്നു. അമേരിക്കൻ ജനതയെ പറ്റിക്കാൻ ഖാംനെയിയുടെ മരണശേഷം അമേരിക്കൻ നേതൃത്വത്തിൽ ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന പ്രതീതി സൃഷ്ടിക്കാനായിരുന്നു ട്രംപിൻ്റെ കളവ് പറച്ചിൽ. ഇന്നലെ ബ്രിട്ടൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ഒരു നീക്കമുണ്ടായി. അമേരിക്കയോടൊപ്പം ഇസ്രായേലിനോടൊപ്പം ഇറാനെതിരെ പടപൊരുതുന്നു എന്ന രീതിയിലായിരുന്നു കെയർ സ്റ്റാമറിൻ്റെ പ്രസ്താവന. എന്നാൽ ഇന്നലെ രാത്രി അത് തിരുത്തിയിരിക്കുന്നു. ബ്രിട്ടൻ മലക്കം മറിഞ്ഞിരിക്കുന്നു. ഈ ഓപ്പറേഷനിൽ ബ്രിട്ടീഷ് പട്ടാളം പങ്കെടുക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സ്റ്റാമർ. UK-യിൽ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടായി. അമേരിക്കയുടെ ഇത്തരം ഭ്രാന്തമായ അധിനിവേശങ്ങൾക്ക് ബ്രിട്ടീഷ് പട്ടാളത്തെ അയക്കുന്നതിനെതിരെ UK-യിൽ വലിയ പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. ടോണി ബ്ലെയറിൻ്റെ നേതൃത്വത്തിൽ 2003 ഇറാഖ് അധിനിവേശത്തിന് പോയ ബ്രിട്ടൻ്റെ അനുഭവം, ആ നടപടി പരക്കെ വിമർശിക്കപ്പെടുകയും അതിനെതിരെ ഒരു കോൺഷ്യസ് ബ്രിട്ടനിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ ഈ വിഷയത്തിൽ ഒരു മലക്കം മറിച്ചിൽ നടത്തിയിരിക്കുന്നു. ഞങ്ങൾ ഈ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സ്റ്റാമർ. സ്റ്റാമർ പറയുന്ന പ്രസ്താവനയിൽ വളരെ വ്യക്തമായി പറയുന്നത് 2003 ഇറാഖ് അധിനിവേശത്തിൽ, ഇറാഖ് ഓപ്പറേഷനിൽ, ഇറാഖ് യുദ്ധത്തിൽ ഞങ്ങൾ ചില പാഠങ്ങൾ പഠിച്ചു. ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ബ്രിട്ടന് ഇത്തരം കാര്യങ്ങളിൽ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അമേരിക്കയുടെ ഭ്രാന്തമായ ഇത്തരം യുദ്ധങ്ങളിൽ പങ്കെടുക്കരുത് എന്നാണ് ബ്രിട്ടൻ്റെ താത്വികമായ ഒരു നിലപാട്. ആ നിലപാടിനെതിരായിരുന്നു സ്റ്റാമറിൻ്റെ പ്രസ്താവന. അതുകൊണ്ടാണ് തിരുത്തുമായി, ഒരു മലക്കം മറച്ചിലുമായി, നിലപാട് മാറ്റവുമായി സ്റ്റാമർ പ്രത്യക്ഷപ്പെട്ടത്.